ഹായ് ഫ്രണ്ട്സ്, HSC ഫിസിക്കൽ സയൻസിൻ്റെ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് പീരിയോഡിക് ലോസ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് മൂലകങ്ങളുടെ വർഗീകരണത്തെ പറ്റിയാണ്. അന്റോണിയോ ലാവോസിയുടെ വർഗീകരണത്തിൽ തുടങ്ങി ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂലകങ്ങളുടെ നാമകരണത്തെ പറ്റിയാണ്. അതായത് 100ന് മുകളിലുള്ള മൂലകങ്ങളുടെ ടെമ്പററി നോമൻക്ലേച്ചറിനെ പറ്റിയാണ്. നമുക്കറിയാം, മൂലകങ്ങൾക്ക് പേര് നൽകുന്ന സംഘടനയാണ് IUPAC. എന്താ IUPACയുടെ ഫുൾ ഫോം? ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് IUPACയുടെ ഫുൾ ഫോം. IUPAC സ്ഥാപിതമാകുന്നത് 1919 ഇതൊരു മുൻകാല HSC ക്വസ്റ്റ്യൻ ആണ്. IUPAC സ്ഥാപിതമായ വർഷം, അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. മൂലകങ്ങളുടെ IUPAC നാമകരണത്തിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരും ചുരുക്കെഴുത്തുമാണ്. അതായത് 0 എന്ന അക്കം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പേര് നിൽ എന്നാണ്. 1 എന്ന അക്കത്തിന് അൺ എന്നാണ് ഉപയോഗിക്കുന്നത്. 2 ബൈ എന്ന് ഉപയോഗിക്കുന്നു. 3 വരുമ്പോൾ ട്രൈ എന്ന പേരാണ് നൽകുന്നത്. 4 വരുമ്പോൾ ക്വാഡ് എന്ന പേരാണ് നൽകുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, ടെട്ര എന്നല്ല, ക്വാഡ് എന്ന പേരാണ് നൽകുന്നത്. 5 വരുമ്പോൾ പെൻറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. 6 വരുമ്പോൾ ഹെക്സ് എന്നാണ് ഉപയോഗിക്കുന്നത്. 7 വരുമ്പോൾ സെപ്റ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, 7 വരുമ്പോൾ ഹെപ്റ്റ് എന്നല്ല, സെപ്റ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചറിലൊക്കെ നമ്മൾ 7 വരുമ്പം ഹെപ്റ്റ് എന്നാണ് ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെ 7 സെപ്റ്റ് ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. 8 വരുമ്പോൾ ഒക്റ്റ് എന്ന് ഉപയോഗിക്കും. 9 വരുമ്പോൾ എൻ എന്നാണ് പേര് കൊടുക്കുക. അവയുടെ ചുരുക്കെഴുത്ത് എന്ന് പറയുന്നത് അവരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ്. ഇനി നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു മൂലകത്തിന് അതിൻ്റെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നാമകരണം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറ്റോമിക നമ്പറിലെ അക്കങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള സൂചകങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ശേഷം അവസാനമായിട്ട് ഒരു IUM കൂടി ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. 101 മുതൽ 118 വരെയുള്ള മൂലകങ്ങളുടെ IUPAC നാമകരണവും അതുപോലെ തന്നെ അവയുടെ ഒഫീഷ്യൽ നെയിമും പ്രതീകവും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അടുത്തതായി നമുക്ക് അവരുടെ IUPAC നെയിം ഡിസ്കസ് ചെയ്യാം. 101ാമത്തെ മൂലകത്തിൻ്റെ IUPAC നെയിമിംഗ്, ടെമ്പററി IUPAC നെയിമിംഗ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് അറ്റോമിക നമ്പറിലെ അക്കങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള സൂചകങ്ങൾ നൽകുക എന്നുള്ളതാണ്. ശേഷം അവസാനമായി IUM എന്നുകൂടി ചേർത്ത് എഴുതുക. 101ാമത്തെ അറ്റോമിക നമ്പറുള്ള മൂലകത്തിൻ്റെ നെയിമിങ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എഴുതേണ്ടത് 1ന് കറസ്പോണ്ട് ആയിട്ടുള്ള നെയിം, അതായത് അൺ എന്നാണ്. നെക്സ്റ്റ് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിൽ എന്ന് എഴുതുക. എഗെയിൻ 1ന് കറസ്പോണ്ടായിട്ട് അൺ എന്ന് എഴുതുക. ലാസ്റ്റ് IUM എന്ന് കൂടി ചേർത്ത് എഴുതുക. അതായത് 101ാമത്തെ മൂലകത്തിൻ്റെ നെയിം നമുക്ക് എങ്ങനെ കിട്ടും? അൺ, നിൽ, അണ്ണിയം എന്ന് കിട്ടും. ഇനി നമുക്ക് 102ാമത്തെ മൂലകത്തിൻ്റെ നെയിം നോക്കാം. ആദ്യം 1ന് കറസ്പോണ്ടായിട്ട് അൺ എന്ന് എഴുതുക. 0ക്ക് കറസ്പോണ്ടായിട്ട് നിൽ എന്ന് എഴുതുക. 2ന് എഴുതേണ്ടത് ബൈ എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബൈ എന്ന് എഴുതുമ്പോൾ അതിൽ ഓൾറെഡി ഒരു ഐ ഉണ്ട്.
അതുകൊണ്ട് ശേഷം നമുക്ക് UM എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പേര് അൺനിൽബയ്യം എന്നാണ്. അതിൻ്റെ പ്രതീകമാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതുക, ബാക്കിയൊക്കെ സ്മോൾ ലെറ്ററിൽ എഴുതുക. ക്യാപിറ്റൽ ലെറ്റർ U അണ്ണിനെ സൂചിപ്പിക്കുന്നു, സ്മോൾ ലെറ്റർ N നില്ലിനെ സൂചിപ്പിക്കുന്നു, സ്മോൾ ലെറ്റർ B ബൈയെ സൂചിപ്പിക്കുന്നു. ഇനി 103ാമത്തെ മൂലകത്തിൻ്റെ പേര് എങ്ങനെ എഴുതാം? 1ന് കറസ്പോണ്ടായിട്ട് അണ്ണെന്ന് എഴുതുക, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിൽ എന്ന് എഴുതുക, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ട്രൈ എന്ന് എഴുതുക, ശേഷം UM എന്ന് ചേർക്കുക. കാരണം ട്രൈയിൽ ഓൾറെഡി ഒരു I ഉള്ളത് കൊണ്ട് IUMന് പകരം UM എന്ന് മാത്രം ചേർത്താൽ മതി. 104ാമത്തെ മൂലകത്തിൻ്റെ നെയിം എങ്ങനെ എഴുതാം? 1ന് കറസ്പോണ്ടിങ് ആയിട്ട് അണ്ണെന്ന് എഴുതാം, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിൽ എന്ന് എഴുതാം, 4ന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വാഡ് എന്ന് എഴുതാം, ലാസ്റ്റ് IUM എന്നുകൂടി ചേർത്ത് എഴുതിയാൽ 104ാമത്തെ മൂലകത്തിൻ്റെ പേര് അൺനിൽ ക്വാഡിയം എന്ന് കിട്ടും. ഈ മൂലകങ്ങൾക്കൊക്കെ ഒഫീഷ്യൽ നെയിമും ഉണ്ട്. 104ാമത്തെ മൂലകത്തിൻ്റെ ഒഫീഷ്യൽ നെയിമാണ് റുദർഫോർഡിയം. ഇനി നമുക്ക് 113ാമത്തെ മൂലകത്തിന് എങ്ങനെ പേര് നൽകാം എന്ന് നോക്കാം. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് അണ്ണെന്ന് എഴുതുക, എഗെയിൻ 1 ആണ് വരുന്നത്, അവിടെ അണ്ണ് തന്നെ എഴുതുക, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ട്രൈ എന്ന് എഴുതുക, ലാസ്റ്റ് UM എന്ന് കൂടി ചേർത്ത് എഴുതുക. അപ്പോൾ നമുക്ക് 113ാമത്തെ മൂലകത്തിൻ്റെ പേര് ലഭിക്കുക അൺട്രൈയം എന്നാണ്. 113ാമത്തെ മൂലകത്തിൻ്റെ ഒഫീഷ്യൽ നെയിം നിഹോണിയം എന്നാണ്. ഇനി 118ാമത്തെ മൂലകത്തിൻ്റെ പേര് എഴുതി നോക്കിയാലോ. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് അൺ എന്ന് എഴുതുക, എഗെയിൻ 1 ആണ്, അൺ എന്ന് തന്നെ എഴുതുക. 8ൻ്റെ പേര് ഒക്റ്റ് എന്നാണ്. സോ ഒക്റ്റ് എന്ന് എഴുതിയതിന് ശേഷം IUM കൂട്ടി എഴുതുക. സോ 118ാമത്തെ മൂലകത്തിൻ്റെ പേര് അൺ ഒക്റ്റിയം എന്ന് കിട്ടും. 118ാമത്തെ മൂലകത്തിൻ്റെ ഒഫീഷ്യൽ നെയിമാണ് ഒഗനസൻ എന്നുള്ളത്. OG എന്ന സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ 101 മുതൽ 118 വരെയുള്ള മുഴുവൻ മൂലകങ്ങളുടെയും പേര് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. ശേഷം താഴെ തന്നിരിക്കുന്ന ടേബിളുമായി കമ്പയർ ചെയ്ത് നോക്കുക. ഇവയുടെയൊക്കെ ഒഫീഷ്യൽ നെയിമും പ്രതീകവും പഠിച്ചിരിക്കേണ്ടതുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോൺ വിന്യാസത്തെ പറ്റിയും SPDF ബ്ലോക്കുകളെ പറ്റിയുമാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.